ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കായി സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിയുടെ ചടങ്ങൊക്കെ നല്ല ഗംഭീരമായി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടേക്ക് വാമനനെ ഞെട്ടിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ കോള് വരികയാണ്. അതായത് മുത്തശ്ശിയുടെ കണ്ണു വെട്ടിച്ചിട്ട് പ്രതാപൻ ഇപ്പോൾ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവൻ എന്തായാലും കമലേശ്വരത്തേക്ക് തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക. അവിടെ വന്നെന്ന് വെച്ചാൽ എല്ലാ സത്യങ്ങളും തുറന്നു പറയും. അതുകൊണ്ട് അവൻ എങ്ങനെയെങ്കിലും കണ്ണന്റെ മുന്നിൽ പോവാതെ നീ വേണം നോക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് വാമനന്റെ മുന്നിലേക്ക് പ്രതാപൻ വരികയാണ്. വാമനന് നല്ലോണം അറിയാം പ്രതാപൻ ഇപ്പോ ഇവിടേക്ക് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ കണ്ണനോട് പറഞ്ഞാല് പ്രതാപനേക്കാളും പ്രശ്നമാവണത് തനിക്കാണെന്നും അതുകൊണ്ടൊക്കെ തന്നെ കണ്ണന്റെ മുന്നിലേക്ക് പ്രതാപൻ ഒരിക്കലും ചെല്ലരുതെന്നും വിചാരിക്കുന്നുണ്ട്. പക്ഷെ വാമനന്റെ കണക്കൂട്ടൽ തെറ്റിച്ചിട്ട് പ്രതാപനെന്നുണ്ടെങ്കിൽ കണ്ണന്റെ മുന്നിലേക്ക് പോവുകയാണ്. ഏതായാലും വാമനൻ അനന്തുവിനെയും സാഗറിനെയും വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇവിടേക്ക് ഇപ്പോൾ പ്രതാപൻ വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവനെ എങ്ങനെയെങ്കിലും തടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ മൊത്തം കുളമാക്കി തരും എന്നെല്ലാം കേൾക്കുമ്പോൾ തന്നെ അനന്തുവിനും പേടിയാവുന്നുണ്ട്. അതായത് പ്രതാപൻ ഇപ്പോൾ കണ്ണന്റെ മുന്നിലേക്ക് പോവാതിരിക്കാനുള്ള ഒരു ആവശ്യം അനന്തുവിന്റെ കൂടിയാണ്. എങ്ങനെയെങ്കിലും പ്രതാപൻ സത്യങ്ങൾ പറഞ്ഞെന്ന് വെച്ചാൽ കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും ജീവിതം അതോടെ തകരും. അതുകൊണ്ടൊക്കെ തന്നെ ഇവർ മൂന്നുപേരും ചേർന്നിട്ട് പ്രതാപനെ തടയാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. മൂന്നുപേരും ചേർന്നിട്ട് പ്രതാപനെ കാത്തു നിൽക്കുകയാണ്. ഏതായാലും കണ്ണനെ ഒന്ന് പറഞ്ഞു ധരിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് വാമനെന്നുണ്ടെങ്കിൽ കണ്ണനോട് പോയി പറയുന്നുണ്ട്. അതായത് ഇവിടേക്ക് പ്രതാപൻ വരുന്നുണ്ട്, അയാൾ വന്നോട്ടെ, അയാളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ തന്നെ അത് അങ്ങനെയല്ല മോനെ, അവനിപ്പോൾ സമനില തെറ്റിയ അവസ്ഥയിലാണെന്ന് നിനക്കും അറിയാലോ. അതുകൊണ്ടൊക്കെ തന്നെ എന്തൊക്കെയോ ഭ്രാന്ത് പോലെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവനിപ്പോൾ ആകെ പറയണ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിന്റെ അച്ഛനെ കൊന്നത് അവനാണെന്നാണ്. അവൻ്റെ മേലെ വിശ്വനാഥൻ്റെ ആത്മാവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ പറയിപ്പിക്കുന്നത്. ഏതായാലും നിങ്ങളുടെ ഫംഗ്ഷൻ കുളമാക്കാനായിട്ട് ഞാൻ അവനെ സമ്മതിക്കില്ല. പിന്നെ അവൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും മോൻ വിശ്വസിക്കേണ്ട, അവൻ്റെ ഭ്രാന്ത് കൊണ്ട് അവൻ വിളിച്ചു പറയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് മഹാലക്ഷ്മി എന്നുണ്ടെങ്കിലും നല്ല പേടിച്ചു പോയി ഇരിക്കുകയാണ്. കാരണം ഇതെല്ലാം തന്നെ കണ്ണനെ അറിയുന്ന നിമിഷം താനും ഈ പടിക്ക് പുറത്താണ് എന്ന് അവൾക്ക് നല്ലോണം അറിയാം. അതേപോലെ തന്നെ കരുണയായാലും നല്ല പേടിക്കുന്നുണ്ട്. അച്ഛനാണ് കണ്ണേട്ടൻ്റെയും ഉണ്ണിയേട്ടൻ്റെ അച്ഛനെ കൊന്നുവെന്ന് അറിഞ്ഞെന്ന് വെച്ചാൽ ആ നിമിഷം തന്നെ ഉണ്ണിയേട്ടനും എന്നെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കും. അതൊക്കെ ആലോചിച്ചിട്ട് കരുണയെന്നുണ്ടെങ്കിലും ആകെ കയ്യും കാലും വരച്ച അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ലേഖയെ നിനക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാലോ എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയെന്നുണ്ടെങ്കിൽ നല്ലോണം വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒട്ടും വിട്ടുകൊടുക്കാതെ ലേഖ എന്നുണ്ടെങ്കിലും അതിന് തക്ക മറുപടി തന്നെയാണ് പറയുന്നത്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് പ്രതാപൻ വരുന്നുണ്ട്. കണ്ണൻ എവിടെ, എനിക്ക് കണ്ണനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോൾ തന്നെ അനന്തവും സാഗറും വാമനനും കൂടി തടയാൻ നോക്കുകയാണ്. പക്ഷെ കണ്ണനെന്നുണ്ടെങ്കിൽ അയാൾ വരട്ടെ, അയാൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയട്ടെ എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അവരെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ പുറത്താക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മാത്രം ഫംഗ്ഷനിൽ പങ്കെടുത്താൽ മതിയോ, എനിക്കും കൂടെ ഫംഗ്ഷനിൽ പങ്കെടുക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. പക്ഷെ കുറേയൊക്കെ അവർ മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും എനിക്ക് കണ്ണനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് തട്ടിക്കയറി വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ അച്ഛൻ വിശ്വനാഥനെ കൊന്നത് ഞാനാണ്, അതിനെനിക്ക് കൊട്ടേഷൻ തന്നത് ഈ വാമനനാണ് എന്നെല്ലാം പറയുമ്പോൾ തന്നെ കണ്ണനെന്നുണ്ടെങ്കിൽ ആകെ ഒന്ന് ഷോക്കാവുന്നുണ്ട്. പക്ഷെ വാമനൻ പറഞ്ഞ പോലെ തന്നെ പ്രതാപൻ ബോധമില്ലാതെ എന്തൊക്കെയോ പറയാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ ഫംഗ്ഷൻ കുളമാക്കാതെ ഇവിടെ നിന്ന് പോയിത്താ എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും എടാ കണ്ണ, ഞാൻ പറയുന്ന സത്യമാണ്, നിന്റെ അച്ഛൻ എൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു. വിശ്വനാഥൻ പറഞ്ഞിട്ടാ മോനെ ഞാൻ ഈ പറയുന്നത്, സത്യമായിട്ട് നിന്റെ അച്ഛനെ കൊന്നത് ഞാനാണ് എന്നെല്ലാം പറയുമ്പോൾ തന്നെ ഉണ്ണിയും കരുണയും ആകെ ഷോക്കാവാണ്. പ്രതാപനെ അവിടെ നിന്ന് എങ്ങനെയൊക്കെ പിടിച്ചു മാറ്റുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ കരുണയ്ക്കും മഹാലക്ഷ്മിക്കും മോഹിനിക്കും കുറച്ച് ആശ്വാസമാവുന്നുണ്ട്. കണ്ണനാന്നുണ്ടെങ്കിൽ ചില സംശയമൊക്കെയാണ് വരുന്നത്. ഉണ്ണിക്കാന്നുണ്ടെങ്കിലും കരുണ അച്ഛനെ കാണാൻ സമ്മതിക്കാത്തത് കൊണ്ട് അതിൻ്റെതായ കുറച്ച് ഡൗട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വരാൻ പോണ എപ്പിസോഡ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.